നമസ്കാരം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഭൗതിക ശരീരം ദില്ലി ജൻപത്തിലെ വസതിയിലെത്തിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വസതിയിൽ മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കും. ദില്ലിയിൽ കോൺഗ്രസ് ആസ്ഥാനത്തും പൊതുദർശനമുണ്ടാകും. 11 മണിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം ചേരും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. കർണാടകയിലായിരുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ദില്ലിയിലെത്തിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബിൾ, കറകളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത്. എപ്പോഴാണ് ഈ സംസ്കാരം എപ്പോഴാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ എപ്പോഴായിരിക്കും അറിയാൻ കഴിയുക? ശിശിജ, അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് ഉണ്ടാവുക എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന്റെ സമയക്രമം അടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. കോൺഗ്രസിന്റെ AICC ആസ്ഥാനത്ത്, ദില്ലിയിലെ ആസ്ഥാനത്ത് അടക്കം പൊതുദർശനം ഉണ്ടാകും എന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് 9:15 മൻമോഹൻ സിംഗിന്റെ അന്ത്യം ദില്ലി എയിംസിൽ വെച്ച് സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അതിനിടയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുന്നതിന് പിന്നാലെയാണ് എയിംസിലേക്ക് ഇന്നലെ എത്തിച്ചത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം രാത്രി ഏറെ വൈകി എയിംസിൽ നിന്ന് ജൻപത്ത് 1 അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചു. പിന്നീട് പല ആളുകളും അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാനമായും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും, അതായത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം കർണാടകയിലെ ബെൽഗാമിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവിടെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ, KC വേണുഗോപാൽ അടക്കമുള്ള ഒരു കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതൃത്വവും അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നേതാക്കൾ ഇന്നലെ രാത്രി തന്നെ തിരിച്ച് ദില്ലിയിലെത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, അതോടൊപ്പം രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ രാത്രി മൻമോഹൻ സിംഗിന്റെ വസതിയിൽ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ദില്ലി എയിംസിൽ എത്തി മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിച്ചു. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത് ജൻപത്തിലെ അദ്ദേഹത്തിന്റെ വസതിയിലാണ്. ഇന്ന് പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നതാണ് വിവരം ഉള്ളത്. അതിന്റെ സമയക്രമം അടക്കം ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. എന്താണെങ്കിലും രാജ്യത്ത് നിലവിൽ 7 ദിവസത്തെ ദുഃഖാചരണം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തിന് പിന്നാലെ സർക്കാർ നിലപാട് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 11 മണിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം ചേരുന്നുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും മൻമോഹൻ സിംഗിന്റെ സംസ്കാരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്കാര ചടങ്ങ് നാളെ സമയക്രമം എന്താണെങ്കിലും പുറത്തേക്ക് വരാനുണ്ട്. നിലവിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത് ദില്ലിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലാണ്. നോബിൾ, തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കറകളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. മിതഭാഷിയായ, എന്നാൽ എല്ലാത്തിനും കൃത്യമായി ഉത്തരം നൽകിയിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ വിയോഗം? തീർച്ചയായും രാജ്യത്തിന് ഒരു വലിയ നഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്ന പദവിയിൽ മാത്രമല്ല, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് വളരെയധികം ഗുണം ചെയ്തതിനേക്കാളും ഓർക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ. അത് സൗമ്യനായ, അതോടൊപ്പം തന്നെ ആളുകളോട് വളരെ അടുത്ത് ഇടപഴകുന്ന അത്തരത്തിൽ ഉള്ളൊരു പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രീയ നേതാവുമായിരുന്നു മൻമോഹൻ സിംഗ്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത, പ്രത്യേകിച്ച് ലോകമടക്കം 2008-2010 കാലഘട്ടത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത പിടിച്ചു നിർത്തിയതിൽ മൻമോഹൻ സിംഗിന്റെ പോളിസികൾക്ക്, അദ്ദേഹത്തിന്റെ പദ്ധതികൾക്കും പോളിസികൾക്കും ഉണ്ടായിരുന്ന പ്രാധാന്യം അത് ചെറുതൊന്നുമല്ല. രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് അമേരിക്ക അടക്കം പല കൊമ്പൻ രാജ്യങ്ങളും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലം പരിശായപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നതൊക്കെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ നടത്തിയ സാമ്പത്തിക നയങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും ഒക്കെയാണ്. നരസിംഹറാവു ആണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് മൻമോഹൻ സിംഗിനെ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ അടക്കം വളരെ തന്ത്രപ്രധാനമായ നിരവധി പദവികൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് രാജ്യത്തിന് വലിയ തരത്തിൽ ഗുണകരമായിട്ടുണ്ട്. അത്തരത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിച്ച, രാജ്യത്തിന്റെ വികസനത്തിൽ ഏറെ ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ എന്താണെങ്കിലും അപ്രവാളികളിൽ മറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും രാജ്യത്തെ പല നിയമങ്ങളും നമ്മൾ എടുത്തു പറയേണ്ടത് വിവരാവകാശ നിയമമാകട്ടെ, അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിയമമാകട്ടെ, തൊഴിലുറപ്പ് പദ്ധതിയാകട്ടെ, അങ്ങനെ രാജ്യത്തെ ഇന്നുള്ള നിരവധി പ്രധാനപ്പെട്ട നിയമനിർമ്മാണം അടക്കം അത്തരത്തിൽ പദ്ധതികളടക്കം രൂപകൽപ്പന ചെയ്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന 2014 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു എന്നും നമ്മൾ എടുത്തു പറയാം. 2 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതമായ നേതാക്കളിൽ ഒരാളാണ് മൻമോഹൻ സിംഗ്. പാർട്ടിക്ക് ഏറ്റവും വിശ്വസ്തനായ,
പാർട്ടിക്ക് ഏറ്റവും കരുത്ത് പകർന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള നേതാക്കൾ ഒരാൾ കൂടിയായിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ രാജ്യസഭയിലെ കാലാവധി അടക്കം പൂർത്തിയായത്. 33 വർഷം രാജ്യസഭ അംഗമായിരുന്നു എന്ന പ്രത്യേകത കൂടി മൻമോഹൻ സിംഗിനുണ്ട്. നേതാക്കൾ എല്ലാം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ നേതൃപാഠവും അതോടൊപ്പം അദ്ദേഹം നൽകിയ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഓർത്തുകൊണ്ടാണ് നേതാക്കൾ എല്ലാവരും ഇന്നിപ്പോൾ അദ്ദേഹത്തിന് അനുശോചിക്കുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിലും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒക്കെ ആണെങ്കിൽ പോലും എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി മൻമോഹൻ സിംഗ് എന്ന നേതാവിനെ, അത്തരത്തിൽ ഏറ്റവും മഹത്തരമായ വ്യക്തിത്വത്തെ, ആ സാമ്പത്തിക വിദഗ്ധരെ ഓർക്കുന്നത് അത്ര ആദരവോടെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അതോടൊപ്പം തന്നെ ആ സമയത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു എന്നതാണ് പ്രധാനമന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് പ്രധാനപ്പെട്ട പ്രമുഖരായ നേതാക്കളെല്ലാം അദ്ദേഹത്തിന് വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് വിവരം ഉള്ളത്. രാവിലെ 8 മണിയോടെ തന്നെ നേതാക്കളുടെ ഒരു ഒഴുക്ക് അവിടെ ജൻപത്തിലെ 1-ാം നമ്പർ വസതിയിലേക്ക് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ നോബൽ സൂചിപ്പിച്ച പോലെ തന്നെ ധനകാര്യ മേഖലയിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനൊക്കെ മൻമോഹൻ സിംഗിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനുൾപ്പെടെ നിർണായകമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലേ നോബൽ? തീർച്ചയായും സാമ്പത്തിക മേഖലയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം നടത്തിയ പല പരിഷ്കാരങ്ങളും പല മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചെറുതൊന്നുമല്ല ഗുണകരമായിട്ടുള്ള. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഓരോ കാലഘട്ടത്തിലെയും അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായിരുന്നപ്പോഴും പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക മേഖലയിലേക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനകൾ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് ഏറെ ഗുണകരമായിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം പോയപ്പോൾ ഇന്ത്യ പോകാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയങ്ങളാണ് എന്ന് എക്കാലവും വാഴ്ത്തപ്പെടുന്നതാണ്. അത്തരത്തിൽ സാമ്പത്തിക മേഖലയ്ക്ക് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ അത് ഒരു കാലത്തും അവിസ്മരിക്കാൻ കഴിയില്ല. അത് ഇന്ത്യയുടെ തന്നെ വികസനത്തിനും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഏറെ ഗുണകരമായിട്ടുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മികച്ച സാമ്പത്തിക മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എക്കാലവും സ്മരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാജ്യത്ത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും മൻമോഹൻ സിംഗിന്റെ കാലത്ത് അത്തരത്തിൽ ഉണ്ടായില്ല എന്ന വിമർശനം പ്രതിപക്ഷത്തിനടക്കം ഭാഗത്ത് നിന്ന് സർക്കാരിന് ഉണ്ടാകുന്നു. മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ച സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായാണ്. എന്താണെങ്കിലും രാജ്യത്തിന് നഷ്ടപ്പെട്ടത് ഒരു മികച്ച സാമ്പത്തിക വിദഗ്ധനെയും അതിലുപരി ഒരു മികച്ച മുൻ പ്രധാനമന്ത്രിയെയും ഒരു മനുഷ്യസ്നേഹിയെയും അതോടൊപ്പം തന്നെ കറ ഒരു കോൺഗ്രസ് നേതാവിനെയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ രാജ്യത്തിന്റെ ഒരു തീരാ നഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗം. നോബൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദില്ലി എയിംസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. ഭൗതിക ശരീരം ഇപ്പോൾ ദില്ലി ജൻപത്തിലെ വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി അടക്കം പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദില്ലിയിൽ കോൺഗ്രസ് ആസ്ഥാനത്തും പൊതുദർശനം ഉണ്ടാകും. 11 മണിക്ക് കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരും. നാളെയോടെ സംസ്കാരമുണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം.